BJP NDAയുടെ ചരിത്രത്തിൽ ഏറെ സന്തോഷകരമായ ദിവസമാണ്. ചരിത്രപരമായ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് 3 MLAമാർ നിയമസഭയിൽ സത്യപ്രതിജ്ഞ എടുക്കുന്നു. അത് ഞങ്ങൾക്ക് എത്രയോ കൊല്ലമായി പാർട്ടീൻ്റെയും മുന്നണിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഫലമായിട്ട് ജനങ്ങളുടെ 30 ലക്ഷം ജനങ്ങളുടെ പിന്തുണയുടെ ഒരു ഫലമായിട്ട് ഞങ്ങൾ കാണുന്നത്. എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാൻ ആദ്യം ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ അസംബ്ലിൻ്റെ ഉള്ളിലും പുറത്തും ഒരു പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കാനും ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാനാണ് ഈ 3 MLAമാർ ഇനി മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നരേന്ദ്രമോദിജി പഠിപ്പിച്ചു തന്ന ഒരു വികസന രാഷ്ട്രീയം, അത് ഇന്നുവരെ കേരള നിയമസഭയിൽ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിട്ടില്ല. അതെല്ലാം മാറ്റാനാണ് ഈ 3 MLAമാർ നിയമസഭയിൽ ഇന്ന് സത്യപ്രതിജ്ഞ എടുത്തിട്ട് ഇന്നു മുതൽ ഞങ്ങളുടെ വർക്ക് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അനുഗ്രഹവും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. 30 ലക്ഷം ജനങ്ങളുടെ സ്വപ്നങ്ങൾ, അതിനുവേണ്ടി അധ്വാനിക്കാനും പ്രവർത്തിക്കാൻ ഞങ്ങൾ 24 മണിക്കൂർ 365 ദിവസം പ്രവർത്തിക്കുന്ന ഞങ്ങളൊരു വാഗ്ദാനം തരുന്നു. എല്ലാവരും അനുഗ്രഹവും പിന്തുണ അഭ്യർത്ഥിച്ച് ഞാൻ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന് ചരിത്രത്തിൽ ആദ്യമായി BJPൻ്റെ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാവും. ശ്രീ ഗോകുമാർജി ആയിരിക്കും ഞങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഞാനും മുരളിയേട്ടനും അദ്ദേഹത്തിന് പ്രപ്പോസ് ചെയ്ത് അദ്ദേഹം BJP NDAൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയാവും. പാർലമെന്ററി പാർട്ടി ലീഡർ തീരുമാനമായോ? അത് തീരുമാനിക്കും. നമ്മൾ 3 പേരും ലീഡേഴ്സാണ്. അതിൽ ഒരു സംശയമില്ല. അത് പാർട്ടി ഇരുന്ന് തീരുമാനിക്കും ആരായിരിക്കും പാർലമെന്ററി പാർട്ടി ലീഡർ. പ്രധാന പ്രതിപക്ഷത്തിൻ്റെ റോൾ BJP ആയിരിക്കും ഏറ്റെടുത്തത്. അല്ല, അത് ഞങ്ങൾ പറഞ്ഞത് 30 ലക്ഷം ജനങ്ങൾ ഞങ്ങൾക്ക് ഒരു അവസരം തന്നിട്ടുണ്ട് നിയമസഭയിൽ അവരെ റെപ്രസെൻറ്റ് ചെയ്യാൻ. അവരുടെ ഒരു വോയിസ് ആയിട്ട് ഞങ്ങൾ മാറും. അതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണോ, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ എന്ന് എനിക്ക് പറയാനൊരു താല്പര്യമില്ല. പക്ഷേ ഞങ്ങൾ അവിടെ അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വോയിസ് ഉയർത്തും എന്ന് അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനെ കൃത്യമായി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അഴിമതി രഹിത ഭരണമാണ് ജനങ്ങളുടെ ആവശ്യം, വികസനമാണ് ജനങ്ങളുടെ ആവശ്യം. എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ ഒപ്പം ഒരു വികസനം ആണ് ജനങ്ങളുടെ ആവശ്യം. അതിനുവേണ്ടി BJP NDA ശക്തമായി അവിടെ പ്രവർത്തിക്കും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരും. വികസനം ആരുകൊണ്ടെന്നാൽ അവർക്കൊപ്പം നിൽക്കും. എല്ലാവരും നാടിനു വേണ്ടി ആരാണെങ്കിലും നന്മയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അവരൊപ്പം ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ അതും ചെയ്യും എന്ന് ഞാൻ ഇന്ന് പറയുന്നു.